ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. നാരിയൽ കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോകുന്നതാണ്. ആണ് നമ്മുടെ നാരിയൽ കോക്കനട്ട് ഓയിലിൻ്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാഡത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. മാഡം നമസ്കാരം. നമസ്കാരം മാഡം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ വെളിച്ചെണ്ണ ആട്ടുവാണ് നമ്മൾ മെയിനായിട്ടും. വെളിച്ചെണ്ണ ആട്ടി കൊടുക്കാൻ മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നാളികേരം പുറത്ത് നിർത്തുക? പുറത്തുനിന്ന് നമ്മൾ ഏജൻസി വഴി നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് റെഡിയാക്കിയാണ് ആട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്? പ്രോസസ്സ് വരുന്നത് നമ്മൾ ആദ്യമേ തേങ്ങ വാങ്ങിച്ച് പൊട്ടിച്ച് നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കുകയാണ്. ഡ്രയറിലിട്ട് ഉണക്കാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര നാളികേരം? ഒരു 500 കിലോളം നമ്മൾ പൊട്ടിച്ച് അടുക്കി വെക്കേണ്ട നേരെ കൂട്ടിയിട്ട് നമുക്ക് ഉണക്കാൻ പറ്റും. 500 കിലോ നാളികേരം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന മെഷീനാണ് ഡെൽമാർക്കിന്റെ ഡെൽമാർക്കിന്റെയാണ് മാഡം ഇവിടെ മെഷീൻ എടുത്തിരിക്കുന്നത് നാളികേരം ഉണക്കാനായിട്ട്. ഇവിടെ ഓൾറെഡി ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നാളികേരം ഇതൊക്കെ ഇവിടെ ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല കൊപ്രയായിട്ട് എടുക്കുന്നുണ്ട്. ഇതിനിപ്പോ ഉണങ്ങി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താ വരിക? അടുത്ത നമ്മള് അതിന് കട്ടറുണ്ട്. കട്ടറിൽ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്പെല്ലറിൽ ആട്ടിയെടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടർ. നമ്മൾ കൊപ്ര നേരെ ഇതിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തതിനു ശേഷം അത് എക്സ്പെല്ലറിൽ ആട്ടിയെടുക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ മെഷീനിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് ഇതിൽ വന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കൊപ്ര കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ എക്സ്പെല്ലറിൽ നമ്മൾ ആട്ടിയെടുക്കും. ഇത് വലിയൊരു മെഷീനാണ് എക്സ്പെല്ലർ. അപ്പൊ അതിൽ ആട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് നമ്മൾ ഫിൽറ്റർ ചെയ്യാണ്. ഇതിന്റെ ഫിൽറ്ററിങ്ങിന്റെ മെഷീൻസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നേരെ നമ്മൾ ആട്ടി കഴിഞ്ഞാൽ നേരെ വന്ന് മെഷീൻസിൽ വന്ന് ഫിൽറ്റർ ആയിട്ട് ടാങ്കുകളിൽ ആദ്യം വരും. അതിനുശേഷം നമ്മൾ ഇതിന്റെ അടിയിൽ ടാങ്ക് വരുന്നുണ്ട്. 3 ടാങ്കാണ് വരുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഗ്രില്ലിന്റെ അടിയിൽ 3 ടാങ്ക്സ് ആണ് വരുന്നത്. ഈ ടാങ്കിൽ വന്നിട്ട് ആദ്യം നമുക്ക് നമ്മളവിടെ നിന്ന് ആട്ടിയ എണ്ണ വന്ന് ഫില്ലാവും. അതിനുശേഷം ഇവിടെ വന്നിട്ട് എന്താ പറയാ ഫിൽറ്ററിങ്ങിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ താഴത്തൊരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് ഫിൽറ്ററായ എണ്ണ അതിലേക്ക് വരും. അതിനുശേഷം മുകളിലത്തെ ടാങ്കിലേക്ക് പോയതിനു ശേഷമാണ് നമ്മൾ പാക്കിംഗ് മെഷീനിലേക്ക് നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ മെഷീൻസ് കൂടി കാണാം. നമ്മൾ ഫിൽറ്റർ ചെയ്ത എണ്ണ നമ്മൾ താഴത്തെ ടാങ്കിൽ പോയിട്ട് അതിൽ നിന്നും നമ്മൾ ഈ ടാങ്കിലേക്ക് വരും, മുകളിലേക്ക്. അപ്പൊ നമ്മൾ ഫിൽറ്റർ ചെയ്ത എണ്ണ നമ്മൾ 2 ടാങ്കിൽ സ്റ്റോർ ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതിൽ പാക്കിംഗ് മെഷീനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നത്. ഇതാണ് പാക്കിംഗ് മെഷീൻ വരുന്നത്. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്, നാരിയൽ കോക്കനട്ട് ഓയിൽ. ഇതിപ്പോ 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1 ലിറ്ററിന്റെ ബോട്ടിൽ. അപ്പൊ ഇതിൽ 1 ലിറ്റർ മാത്രമേ പറ്റുക? അല്ല 200 ml പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 1 ലിറ്ററിന്റെ ആണ് നമ്മൾ ബോട്ടിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 ലിറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലേ. അപ്പൊ 200 ml തൊട്ടുള്ള ബോട്ടിൽസ് നമുക്ക് ഈ മെഷീനിൽ പാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നമുക്ക് അത് 1 ലിറ്റർ ആണ് അവൈലബിൾ ഉള്ളത്? ഇപ്പൊ 1 ലിറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഇപ്പൊ 1 മാസത്തോളമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ 1 ലിറ്ററിന്റെ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ പല വേരിയന്റുകൾ വരുന്നല്ലേ? അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ 200 ml തൊട്ടുള്ള ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ നാരിയലിനാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ പേര്. നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്തിച്ച് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. കൊറിയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേരളത്തിൽ എവിടെയാണെങ്കിലും. നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നാരിയൽ കോക്കനട്ട് ഓയിലിനെ ബന്ധപ്പെടാം. അവരുടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നാളികേരം അതുപോലെ എന്ത് സംഭവം ഉണക്കാനായിട്ടും ഡ്രയറുകളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബൾക്ക് ഡ്രയർ വരുന്നത്. നമുക്ക് ഈ ഒരു മെഷീൻ മാത്രമല്ല, ഇതിന്റെ പല മോഡലുകൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ചെറിയ മെഷീൻസ് തൊട്ട് 15 കിലോ തൊട്ടുള്ള മെഷീൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്ത് സംഭവം ഉണക്കാനും എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാരിയൽ കോക്കനട്ട് ഓയിലിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ.